അപ്പോൾ ഇതിന് ഈ പാറ അതുകൊണ്ട് ഈ 3 പാറകളിൽ ഈ പാറയെ പറയുന്ന പേര് ചേരിച്ചാമ്പാറ. അപ്പോൾ ബാക്കിയുള്ള പാറയ്ക്കോ? പാറ ഓരോന്നിനും ഓരോ പാറ. മറ്റേ കാറ്റാടിപ്പാറ, അത് ഭയങ്കര കാറ്റായിരിക്കും ഏത് സമയത്തും. ഇതിന്റെ ഏറ്റവും മുകളിൽ കാണുന്ന പാറയില്ലേ? ഇതിന് മറ്റേതോ ഒരു പേരുണ്ട്, എനിക്കത് പറയാനറിയത്തില്ല. പറയുന്ന ഒരു പാറയുണ്ട്. ഇപ്പോൾ ഹനുമാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഹനുമാൻ പാറ എന്നാണ് ഞങ്ങളിപ്പോൾ പറയുന്നത് ഈ പാറയ്ക്കല്ലേ. എല്ലാവർക്കും നമസ്കാരം, ഞാൻ പ്രശാന്ത്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അറ്റ്ലാന്റിസ് ട്രാവൽ ട്രിപ്പ്. അപ്പോൾ നമ്മൾ ഇന്നൊരു യാത്രയായിട്ട് ഇറങ്ങിയത് ഗവിയിലേക്ക് പോകാനായിട്ടാണ് നമ്മൾ ഇറങ്ങി ഞാനിങ്ങനെ വന്ന് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പത്തനംതിട്ടയാണ് കേട്ടോ. പത്തനംതിട്ട എത്തിയപ്പോഴത്തേക്ക് ഇവിടുന്ന് അറിയാൻ കഴിഞ്ഞത് നമുക്കിവിടെ 3 വണ്ടി അവൈലബിൾ ആയിട്ടുണ്ട്. ഒന്ന് 5:30-ക്കാണ്, ഒന്ന് 6:30-ക്ക്, പിന്നെ ഒരെണ്ണമുള്ളത് 12 മണിക്കാണ്. അപ്പോൾ ഞാനിവിടെ വന്നപ്പോഴത്തേക്ക് 12 മണി കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഇവിടുന്ന് വണ്ടിയില്ല, നാളെ രാവിലെ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുവരേക്കും നമ്മളിവിടെ പെട്ട് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ തിരിച്ച് പോകാനും പറ്റില്ല, നമുക്ക് ഗവിയിലേക്ക് പോകാനും പറ്റില്ല. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും സ്റ്റേ ആവണം, അതിനായിട്ടുള്ള പരിപാടിയാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ സ്റ്റേ ആവാനായിട്ടുള്ള പരിപാടികൾ നമുക്ക് പോയി നോക്കാം. അപ്പോൾ ഇവിടെ നമുക്കൊരു പുള്ളിക്കാരെങ്കിലും നമ്മളെ കണ്ടപ്പോൾ ഇങ്ങനെ വിളിച്ചത് എന്താ വേണം? എൻ്റെ കയ്യിലൊന്നും ഇരിപ്പില്ല ചേട്ടാ, ഞാൻ വരുന്ന വഴിയാണ്, ഞാൻ അവിടെ പോട്ടെ. പുള്ളി നല്ല ഫിറ്റാണ്. ഫിറ്റായിട്ട് പുള്ളി ചോദിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് 100 രൂപ വേണം. പുള്ളിക്ക് പണിക്ക് പോകാനാണെന്ന് പറയുന്നത്. ഇപ്പോൾ മണി ഏകദേശം 1 മണി കഴിഞ്ഞു. പുള്ളി അടിച്ച് ഫിറ്റായിട്ട് സ്റ്റാൻഡിൽ കിടക്കുകയാണ്. ഞാനിപ്പോൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അതുമായിട്ട് പോയിട്ട് പുള്ളി കുടിക്കത്തുള്ളൂ. പണിക്ക് പോകാനൊന്നുമല്ല, ചുമ്മാ പറ്റിക്കാൻ വേണ്ടി പറയുന്നതാണ്. മച്ചാനിയെ പണിപാടി എന്ന് നമ്മൾ ശരിക്കും പറയാം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വന്ന് നേരെ ഗവിക്ക് പിടിക്കാം എന്ന് വിചാരിച്ചാണ് കേട്ടോ. ഇവിടെ വന്ന് ഗവിക്ക് പോക്ക് മാത്രം ഇന്ന് നടക്കില്ല എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ റൂം. അപ്പോൾ 2 കട്ടിലൊക്കെ ഉണ്ട്, പക്ഷേ നമുക്ക് ഒരു വീപ്പേ തന്നിട്ടുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡബിൾ അല്ല, അത് നമുക്ക് തന്നിരിക്കുന്നത് സിംഗിളാണ് കേട്ടോ. അപ്പോൾ ഒരെണ്ണത്തിനകത്ത് നീ കിടന്നാൽ മതി എന്നുള്ളൊരു ഭാവമായിരിക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ എന്തായാലും ഇവിടെ റൂമിനകത്ത് കയറിയിട്ടുണ്ട്. റൂം അത്ര കിലൊന്നും പറയാൻ പറ്റുന്നില്ല, പക്ഷേ ഒരാൾക്ക് കഴിയുന്നത് തന്നെ ധാരാളം. കുഴപ്പമില്ല, നാളെ ആകുമ്പോഴത്തേക്ക് നമുക്ക് പോകാമല്ലോ. നാളെ നേരം വെളുത്ത് പെട്ടെന്ന് നേരം വെളുക്കണമെന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന. കാരണം വെച്ചാൽ എനിക്ക് ഗവിക്ക് പോയാൽ മതി, അതാണ് നമ്മുടെ ഒരു അവസ്ഥ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിങ്ങനെ വന്ന് പോസ്റ്റായിട്ട് റൂമിൽ ഇങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ നാളെ നമുക്ക് ഗവിക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് ഞാൻ ഇതുപോലെ റൂമിലിരിക്കുക, പിന്നെ പോകാൻ പറ്റിയ സ്ഥലമൊന്നുമില്ല ഇവിടെ, ഞാൻ ഗവിയിൽ നാളെ പോകാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ അടുത്ത് പറഞ്ഞു, ഇടാ അവിടെ തന്നെ ചുട്ടിപ്പാറ എന്ന് പറഞ്ഞിട്ട് സ്ഥലമുണ്ട് പത്തനംതിട്ടയിൽ, ഈ ഒരു കാര്യം ചെയ്യാം, അതൊന്ന് കാണാൻ പോകാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ വന്ന് നോക്കുമ്പോൾ അന്നേരം നല്ല വെയിലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടിട്ട് ഇതിൻ്റെ മണ്ടയ്ക്കൂടെ നമുക്ക് കയറാൻ പറ്റിയില്ല. സോ അതിന് ശേഷം വെയിലൊക്കെ ഒന്ന് താന്നതിന് ശേഷം ഇത് കയറാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഈ മല കയറിക്കൊണ്ടിരിക്കുകയാണ്. ചേട്ടാ ഇവിടെ എത്ര ദൂരം ഉണ്ട് ചേട്ടാ ഇത് കയറി തീരാൻ? ഒരു 10 മിനിറ്റ് നടക്കാന 10 മിനിറ്റ് വേണമെങ്കിൽ എളുപ്പം നടക്കാന 10 മിനിറ്റ്, 20 മിനിറ്റ്. 20 മിനിറ്റ് നല്ല ഏറ്റമാണോ? പഠിക്കട്ടെ, ഇവിടെ അവിടെ കഴിഞ്ഞാൽ ഈ കയറ്റമല്ല, അവിടെ കുറച്ച് കഴിഞ്ഞാൽ പടിയാണല്ലേ. നേരിട്ട് കയറി പോകല്ലേ, വേറെ കുഴപ്പമൊന്നുമില്ല. ഒരു കുഴപ്പമില്ല. ഓക്കെ, നമ്മളാ മലയോട് അടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ പോകുന്ന വഴിയിൽ ഇത് കേട്ടോ, ഒരു വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് പടർന്ന് കിടക്കുന്ന പൂവാണ്. രസമുണ്ട് ഇത് കാണാൻ. അത് നിങ്ങളൊന്ന് കാണിച്ചെന്നേ ഉള്ളൂ. ഇവിടുന്ന് ഒരുപാട് ദൂരം ഉണ്ട് ചേച്ചി. ഈ പടി കയറിയ തീർന്നില്ലേ? പോകണമല്ലേ? തിരിച്ചു വരുമ്പോൾ കുടിക്കാം. ഇവിടെ കുറേ പരുന്താണോ കാക്കയാണോ ഇഷ്ടംപോലെ പരുന്തിടന്ന് പറക്കുന്നുണ്ട് കേട്ടോ. മോളിൽ ചെയ്യുമ്പോഴത്തേക്ക് ഇതിനെക്കാട്ടി കിടിലായിരിക്കും. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് മലയുടെ പകുതി കയറി എന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷേ കയറിയിട്ടില്ല. കുറച്ച് ദൂരം മാത്രമേ ആയിട്ടുള്ളൂ. ഇത് 2ാമത്തെ വളവാണ് കേട്ടോ. പക്ഷേ അടുത്തോട്ട് ചെല്ലും തോറും നല്ല രസമാണ് കേട്ടോ കാണാനും. കണ്ടില്ലേ മലയുടെ ആ ഒരു ഹൈറ്റിന് ഇത്രയും നമുക്ക് കയറാൻ കിടക്കാം, കറങ്ങി കുറച്ചുകൂടെ കയറാനുണ്ട്. അപ്പോൾ ഇതോടെ കയറി ചെന്ന് നമുക്ക് മുകളിൽ ചെന്നിട്ട് കാണാം. ഞാനിവിടെ കാണാൻ വന്ന കാഴ്ച
ഞാൻ ഇവിടെ കാണാൻ വന്ന കാഴ്ച നിങ്ങളെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാവേ. ഇതെങ്ങനെയാണെന്ന് നോക്കണേ. കിട്ടില്ലായിരിക്കും, കാരണം വെച്ചാൽ ഇത് കാണാൻ വേണ്ടിയാണ് ഞാനിവിടെ ഈ സമയത്ത് വന്നത്. എങ്ങനെയുണ്ട്? പൊളിയല്ലേ? നൈസ് ഒരു സാധനമല്ലേ? വാവ്, ഒരു രക്ഷയില്ല. ഞാനിവിടെ നിന്ന് നോക്കുമ്പോൾ അങ്ങനൊരു നദി ഒഴുകി വരുന്നുണ്ട് കേട്ടോ. അത് എന്ത് നദിയാണ്, ഏത് നദിയാണെന്ന് എനിക്ക് അറിയത്തില്ല. ഞാനത് ഇവിടെ നിന്ന് ചോദിച്ചു നോക്കാമെന്ന് വിചാരിക്കുക. ചേട്ടാ, ചെറിയൊരു ഡൗട്ട് ചോദിച്ചോട്ടെ. ചേട്ടാ, അങ്ങനൊരു നദി ഒഴുകി വരുന്നുണ്ടല്ലോ, അതേതാ? അത് അച്ചൻകോവിലാണ്. അതുവഴി ഇങ്ങോട്ട് വന്നിട്ട് ഈ അമ്പലമുണ്ട്, അവിടെ വെള്ളത്തൂരി അമ്പലം. ഇവിടെ ഒരു അമ്പലമുണ്ട്, അതിന് താഴെ, ഇതിന് താഴെ ഒരു അമ്പലം ഉണ്ടല്ലേ? അതുകൊണ്ട് ഇങ്ങോട്ട് കേട്ടോ, കൈമിലോട്ട്. ആ കാണുന്ന ഒരു നദി ഇങ്ങനെ ആ മേളിന്ന് വന്ന് അമ്പലത്തിനെ ചുറ്റിയിട്ട് വലത്തൂരി ഒഴുകി അങ്ങ് പോകും, വലത്തോട്ടം ഒഴുകി പോകും. അതാണ് അച്ചൻകോവിലാണ്. ഇത് ഈ വീതിയില് ഈ പാറ ഇങ്ങനെ ചുറ്റി താഴെ വരെ ഇങ്ങനെ കിടക്കുക. ഓളം തള്ളിയതായിട്ട് കാണാം. തുണി നമ്മൾ വിരിക്കാനിട്ടാൽ അതിനകത്ത് ഓളം തള്ളത്തില്ലയോ? ആ ഓളം തള്ളിയത് ഈ അവിടെ നിന്ന് നടന്നിങ്ങോട്ട് വന്ന് നോക്കുമ്പോൾ അറിയാം. നടന്നു വന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പാറയെല്ലാം ഓളം തള്ളിയതായിട്ട് കാണാൻ പറ്റും അല്ലേ? ഓ, ഇത് ഒരു അതിന്റെ ബോർഡറാണ്. ഓക്കെ, ഇങ്ങനെ തുണി ഉണക്കാനിട്ടാൽ അതേലുണ്ടാകുന്ന ഓളമുണ്ട്. ആ ഓളമാണ് ഇതുകൊണ്ട് അവിടെ മുതലേ ഉണ്ട്, അത് അങ്ങേപ്പുറം മുതലേ ഉണ്ട്. ഈ അരികും ഈ ഓളും, അതുകൊണ്ടാണ് ഇതിനെ ചേല വിരിച്ചാൻ പറയുന്നത്. ഇതെന്ന് പറയുന്നത് സംഭവം ഇവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാറയുടെ മണ്ടയ്ക്ക് ഒരു പാടുണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇതിന് പറയുന്നത്, ഈ പാറയ്ക്ക് പറയുന്നത് ചുട്ടിപ്പാറ നമ്മളെല്ലാം പറയുമെങ്കിലും ഈ പാറയ്ക്ക് പറയുന്നത് ചേല തിരിച്ചാൻ പാറ എന്നാണ് കേട്ടോ. അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ഈ കാണുന്ന പാട് നിങ്ങൾക്ക് എത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന അറിയത്തില്ല. ഈ ഒരു പാടുണ്ടല്ലോ, ഈ ഒരു പാട് ശരിക്കും നമ്മളൊരു തുണി നമ്മൾ കഴുകിയിട്ട് വെള്ളത്തിനകത്ത് മുക്കിയിട്ട് നമ്മളെടുത്ത് വിരിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെയാണോ കിടക്കുന്നത് ആ ഒരു ഷേപ്പിലാണ് ഈ ഒരു ഭാഗത്ത് ഈ ഒരു പാട് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ട് ഇതിനെ പറയുന്ന പേര് ചേല വിരിച്ചാൻ പാറ എന്നും കൂടി ഇതിനെ പറയുന്നുണ്ട് കേട്ടോ. ഇത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത് എനിക്കും അറിയത്തില്ല, പറഞ്ഞ ഇവർക്കും അറിയത്തില്ല. പക്ഷേ ഇങ്ങനൊരു സംഭവം ഇവിടെ ഉള്ളതാണ് കേട്ടോ. അങ്ങേ പാറയിൽ വരെ അതുണ്ട്, അപ്പുറത്തെ പാറ വരെ അതുണ്ട്. ഇത്രയും നീളത്തിൽ അത് അത്ര ഭാഗത്തെ ഉള്ളൂ, വേറെ എങ്ങും ഇല്ല മറ്റെങ്ങും. അപ്പൊ ഇതിന് ഈ പാറ, അതുകൊണ്ട് ഈ 3 പാറകളിൽ ഈ പാറയെ പറയുന്ന പേര് ചേല വിരിച്ചാൻ പാറ. അപ്പോൾ ബാക്കിയുള്ള പാറയ്ക്കോ? ഓരോന്നിനും ഓരോ പാറ്റ. മറ്റേ കാറ്റാടിപ്പാറ, അത് ഭയങ്കര കാറ്റായിരിക്കും ഏത് സമയത്തും. ഇതിന്റെ ഏറ്റവും മുകളിൽ കാണുന്ന പാറയിൽ ഇതിന് മറ്റേതോ ഒരു പേരുണ്ട്, എനിക്കത് പറയാൻ അറിയത്തില്ല. പറയുന്ന ഒരു പാറയുണ്ട്. ഇപ്പൊ ഹനുമാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഹനുമാൻ പാറ എന്നാണ് ഞങ്ങളിപ്പോ പറയുന്നത്. ഈ പാറയ്ക്കല്ലേ? അത് ഹനുമാനെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് അവിടെ. കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഹനുമാനെ പ്രതിഷ്ഠിച്ചിട്ടുള്ള പാറയാണ് നിങ്ങൾ ഈ കാണുന്നത്. അതിന് ഏറ്റവും മുകളിലായിട്ട് കാണുന്ന പാറ, അതായത് എന്താണ് ഈ കാണുന്ന പാറ എന്ന് പറയുന്നത് കാറ്റാടിപ്പാറ എന്നാണ് കേട്ടോ പറയുന്നത്. എപ്പോഴും അതിൻ്റെ മണ്ടയ്ക്ക് ഭയങ്കര കാറ്റായിരിക്കും എന്ന് പറയുന്നത്. ഒരു രക്ഷയില്ലാത്ത കാറ്റായതുകൊണ്ടിട്ടാണ് അതിന് കാറ്റാടിപ്പാറ എന്ന് പേര്. പിന്നെ നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന പാറ ചേല വിരിച്ചാൻ പാറ അല്ലേ? ചേല വിരിച്ചാൻ പാറയല്ലേ? ചേല വിരിച്ചാൻ പാറ എന്നാണ് ഈ പാറയെ പറയുന്നത്. ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ മലയുടെ പേരെന്തായിരുന്നു? ചുട്ടിപ്പാറ. ഈ ചുട്ടിപ്പാറ വന്നപ്പോഴത്തേക്ക് എനിക്ക് 2 ഫ്രണ്ട്സിനെ കിട്ടിയത്. അതുകൊണ്ട് അവർ 2 പേരാണ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ പേരെന്തുവാ? എൻ്റെ പേര് ബാദൽ. എൻ്റെ പേര് ബാദൽ, അഭിജിത്ത് അല്ലേ? അപ്പോൾ ബാദലും അഭിജിത്തും എന്നാണ് അവരുടെ പേര്. നിങ്ങൾ ഇവിടെ അടുത്താണോ വീട്? ഇവിടെ എടപ്പിരിയാരം, എലന്തൂരം എന്ന് പറയും. എലന്തൂരം. എന്ത് ചെയ്യുന്നു? ഞാൻ പഠിക്കുന്നു, +1 10ൽ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മല ഏതാ ഈ 3 മലയുള്ളത്? ആദ്യത്തെ ഇല്ല, നിങ്ങൾ എപ്പോഴും ഇരിക്കുന്നത് തുടക്കം അമ്പലമൊക്കെ ഉള്ള അല്ലേ? അപ്പോൾ എന്തുകൊണ്ട് അതിനകത്ത് അവിടെ മാത്രം ഇരിക്കാനുള്ള കാരണം?
മെയിനായിട്ട് വരുമ്പോൾ ഇങ്ങോട്ട് വന്നാലും ചെന്നിരിക്കുമ്പോൾ എല്ലാവരും കൂടെ വന്നാലും അവിടെ പോയായിരിക്കുന്നത് എല്ലാവരും. ഓക്കെ, ആദ്യം വന്ന് ഇവിടെ ഇരിക്കും, അത് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ പോയിട്ട് അവിടെ ഇരിക്കും. അതൊരു രസമാണോ അതോ? ഒരു രസം. ഇവിടെ നമ്മൾ ഇത്രയും മണ്ടയ്ക്ക് വരുന്നതിനായിട്ട് അവിടെ എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ ഒരു വേറൊരു സുഖം. ഓക്കെ, അങ്ങനെ എല്ലാവരും കൂടെ അവിടെ കുത്തിയിരിക്കും. അവിടെ സ്ഥിരം വരുമോ അതോ? ഇടയ്ക്കിടയ്ക്ക് വരും, അവധിയുള്ള ഫ്രീ ടൈമിലൊക്കെ വരും. അത് ക്ലാസ് കട്ട് ചെയ്ത് വരാം വല്ലപ്പോഴും എങ്കിലും. ഇടയ്ക്ക് പോയില്ലേ രാവിലെ ഉണ്ട് രണ്ടുപേര്, ഞങ്ങൾ രണ്ടും ഉണ്ടെങ്കിൽ വരും. ഒരാൾ മാത്രമായിട്ട് വരത്തില്ല. ഇല്ല. ഫുൾ സിറ്റി കാണാമല്ലോ വീട്ടിരുന്നല്ലേ? രാത്രി ആകുമ്പോഴത്തേക്ക് വെട്ടം എല്ലാം കൂടെ വന്നു കഴിയുമ്പോഴത്തേക്ക് അടിപൊളിയായി. വെട്ടം ഇങ്ങനെ ഒരു മിന്നി ഇങ്ങനെ കാണുന്ന ഒരു സുഖമുണ്ട് വണ്ടികൾ പോകുമ്പോൾ. ഓക്കെ, ഇവിടെ ഇരിക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ടൈം ഏതാ? വൈകുന്നേരം 3-4 മണി തൊട്ട് മണ്ടയ്ക്ക്. അല്ല രാവിലെയൊക്കെ ആണെങ്കിൽ വെയില, കാറ്റും ഇല്ല. നിങ്ങൾ മോർണിംഗ് വൈബ് പിടിക്കാൻ വന്നോ? ഏകദേശം ഒരു 5 മണി ആ സൂര്യോദയം കാണാം. ഇല്ല, മോർണിംഗ് വന്നിട്ട് ഏറ്റവും കൂടുതൽ വൈകിട്ടാണ് ടൈം കിട്ടുന്നത്, വൈകിട്ടാണ് ഇറങ്ങുന്നത് തന്നെ. നല്ല കാറ്റാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇവിടെ രാവിലെ വന്നൊരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ സൺറൈസ് കാണാൻ നല്ല ഭംഗിയായിരിക്കും. കാരണം വെച്ചാൽ ഇപ്പം തന്നെ ഏകദേശം ഈ മലയെല്ലാം മഞ്ഞ് മൂടി. രാവിലെ വരുമ്പോഴത്തേക്ക് ശരിക്കും നല്ല രസമായിരിക്കും. നല്ല മഞ്ഞായിരിക്കും. The next day. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇപ്പോൾ രാവിലെ 5 ആയതുള്ളൂ, അതുകൊണ്ടാണ് ഗുഡ് മോർണിംഗ് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഗവിക്ക് പോകാനായിട്ടുള്ള സമയമായിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് വണ്ടി വരുന്നത് 5:30-ക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ ബാഗും ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും റെഡിയാക്കിയിട്ടുണ്ട്. നമുക്കിനി നേരെ k.s.r.t.c സ്റ്റാൻഡിലോട്ട് പുറപ്പെട്ടാൽ മാത്രം മതി. അപ്പോൾ നമുക്ക് നേരെ k.s.r.t.c സ്റ്റാൻഡിലോട്ട് പോകാം. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ k.s.r.t.c സ്റ്റാൻഡ്. ഇവിടുന്ന് ഈ ബിൽഡിങ്ങിൽ നിന്ന് നമ്മൾ താമസിക്കുന്ന ഈ ബിൽഡിങ്ങിൽ നിന്ന് താഴെ ഇറങ്ങി ഒരു 100 മീറ്റർ നടന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാൻഡായി. ഇപ്പോൾ നമുക്ക് നേരെ പോവാം. അപ്പം നമ്മൾ നേരെ ഗവിയിലേക്ക് പോകാൻ പോവാണ്. അപ്പോൾ ഗവിയിലേക്ക് പോകുന്ന ബസ്സിലാണ് കേട്ടോ നമ്മളിരിക്കുന്നത്. കുറേ സമയങ്ങൾ കൂടി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഗവിയിലെത്തുന്നതായിരിക്കും. അപ്പോൾ ഇവിടുന്ന് ബസ് തിരിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഗവി ചെന്നതിന് ശേഷം നമുക്ക് വിശദമായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. ബൈ.